ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കൊന്ന് ഗുരുവായൂർ പോയിട്ട് വന്നാലോ? അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ടൈമിൽ കാടാമ്പുഴയും കൂടി ടച്ച് ചെയ്തിട്ട് പോകണം എന്നുള്ള മൈൻഡിലാണ് പോയത്. അപ്പോൾ ദർശനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം 12:30 അങ്ങനെ ആണ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. കാടാമ്പുഴ ക്ലോസ് ചെയ്യും, നട ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി കയറിയിട്ട് ഒന്ന് പോകാമെന്നുള്ള രീതിക്കാണ് പോയത്. ഇതുവരെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല കാടാമ്പുഴ. അപ്പോൾ അതുകൊണ്ട് കാടാമ്പുഴയിലേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ അതിനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അതിനും യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാടാമ്പുഴ എത്തുമ്പോഴേക്ക് നട അടച്ചിട്ടുണ്ടായിരുന്നു. അത് വിചാരിച്ച പോലെ തന്നെയാണ് നടന്നത്. നട അടച്ചിട്ടുണ്ടായിരുന്നു. 12:30 കഴിഞ്ഞായിരുന്നു ഞങ്ങൾ അവിടെ എത്തെ. എന്നാലും ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു കാണാനും. അവിടുത്തെ ഒരു ഫീലും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഭക്ഷണമായിരുന്നു. നല്ല രീതിക്കുള്ളൊരു ഫുഡ് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. 3:30 എങ്ങനെയോ ആവും നട വീണ്ടും തുറക്കാൻ. അതുവരെ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലും കൂടി കയറിയിട്ട് പോകാമെന്നുള്ള രീതിക്കായതുകൊണ്ട് ഞങ്ങൾ നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അങ്ങനെ ആനക്കോട്ടയിലേക്ക് പോകാമെന്നുള്ള രീതിക്ക് പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു സ്ഥലം കണ്ടു. ആനക്കോട്ടയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ആനക്കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആനക്കോട്ടയിൽ പോകാമെന്നുള്ള രീതിക്ക് പോയി. എനിക്ക് ഭയങ്കര പേടിയാണ് ആനേനെ. അപ്പോൾ നല്ലൊരു സ്ഥലം, ആനക്കോട്ടയിലേക്ക് പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു രസമായിരുന്നു അവിടെ കാണാൻ. ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പും നല്ലൊരു രസമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനും ഇറങ്ങിയില്ല, ഞാൻ ഇറങ്ങി. ഞാൻ നല്ല രീതിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് ഇറങ്ങി നടന്നു. പിന്നെയും ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോകാമെന്നുള്ളതിൽ പോയി. എനിക്ക് ആനയെ പേടിയായതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഫുൾ ആന ആ ഒരു മൈൻഡ് തന്നെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ റിലാക്സ്ഡ് ആയി. കാരണം ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് അവിടെ ആനകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയില്ല, എന്നാലും ഇല്ല എന്നല്ല, കുറച്ചൊരു കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മൈൻഡ് ഒന്ന് സെറ്റായി ആനയെ കണ്ടപ്പോൾ തന്നെ കുറച്ചൊന്ന്. കാരണം എല്ലാവരും കുറച്ച് ദൂരെയാണുള്ളത് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ച് മൈൻഡ് സെറ്റായതുകൊണ്ട് ഞാൻ ഓക്കെ ആയി. ഞാൻ അതിനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതിനും ഇങ്ങനെ ആനേനെ വേണം, എനിക്കൊരു ആനേനെ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആനേനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ ആനേനെ ഇഷ്ടമില്ലാത്തവരാരല്ലേ. അപ്പോൾ ആനേനെ കണ്ടു. അവൾ ഫുള്ളിങ്ങനെ ആനയെ തന്നെ നോക്കി. ഞാനിങ്ങനെ ആനയെ കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ആനയെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് നമുക്കൊരു ആനയെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അങ്ങനെ ഓരോ ആനകൾ നമ്മൾ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർ അവിടെ നിന്ന് തരും. നമുക്കിങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് തരും അവർ, ഫോട്ടോ എടുത്തോ എന്നുള്ള മട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അധിക സമയം നിന്നില്ല. നമുക്ക് വേറെയും പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അധിക സമയം നിന്നില്ല. ഒന്ന് റൗണ്ട് അടിച്ചു തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്തുമ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴേക്കും നല്ല ചാറ്റൽ മഴ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ ചെറിയ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ദീപാവലിയുടെ സമയത്തായതുകൊണ്ട് തന്നെ റൂം അവൈലബിൾ ആവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഇതേ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തത്. ഇതേ റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ്. ഒരു 4 ആൾക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൂമിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകാമെന്നുള്ള ഇതിൽ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്, വിഷ്ണുമായ ക്ഷേത്രം. അപ്പോൾ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോകുന്ന സമയത്ത് നട തുറന്ന് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോയത്. കാരണം സന്ധ്യാസമയമാണ് ഞങ്ങൾ പോയത്. ആ സമയം ദീപമൊക്കെ തെളിയിച്ച് നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ തൃപ്രയാറിൽ പോയി. തൃപ്രയാർ ആദ്യമായിട്ട് പോവാണ്. അങ്ങനെ അവിടേക്കും കൂടി പോകാമെന്ന് വിചാരിച്ച് അവിടേക്കും കൂടി പോയി. ഞങ്ങൾ പോകുന്ന സമയം അവിടെയും നട തുറന്ന സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷപ്പായിട്ട് ഗുരുവായൂരേക്ക് പോവാണ്. ഇന്നെന്തായാലും ദർശനം ഞങ്ങൾക്ക് ഇല്ല. എന്നാലും ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് കൂടിയൊക്കെ ഒന്ന് നടന്ന് വരാം എന്നുള്ള രീതിക്ക് പോയതാണ്. അങ്ങനെ അതിന് ബായൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അവിടെ എത്തി ജസ്റ്റ് അവിടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്നുള്ള രീതിക്കാണ് പോയത്. അപ്പം നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടോ, നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഗുരുവായൂർ നട
ഗുരുവായൂർ ആ മെയിൻ കവാടം, നല്ല മഴ, ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ശരിക്ക്. അപ്പോൾ അതിനും നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കാരണം തലേ ദിവസമൊക്കെ നല്ല മഴയുള്ളതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് മഴ പെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ നടയിലേക്ക് പോവാണ്. അയ്യോ ഒക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പിന്നെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും വീഡിയോ എടുക്കുന്നതാണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് കളിച്ചാണ് പോകുന്നത്. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. മെയിൻ കവാടം, നല്ല മഴ, ഭയങ്കര ഒരു രസമായിരുന്നു കാണാൻ. അപ്പോൾ ഗുരുവായൂർ ഒരുപാട് അങ്ങോട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ജസ്റ്റ് ഇവിടെ കയറുന്ന ടൈമിൽ മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ അവിടെ സ്റ്റേജിലൊക്കെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു വരാമെന്നുള്ള രീതിക്ക് നടക്കുകയാണ്. പിന്നെ അതിനും ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ. ഗുരുവായൂർ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ്റെ ഭയങ്കര ആരാധികയാണ്, ഭയങ്കര ഭക്തിയാണ് കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അവൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കണ്ണനെ കാണണം എന്നുള്ള രീതിക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പോൾ ഇക്കൊല്ലവും പോകാൻ പറ്റി. അപ്പോൾ അവിടെ കൃഷ്ണനാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ടു. അതിനും ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. അതിനും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റെപ്പൊക്കെ അതിനും എടുക്കുന്ന കണ്ടു. അപ്പോൾ അതിനും കുറച്ച് സമയം അവിടെ കണ്ട് നിൽക്കാം അവൾക്കും ഇഷ്ടം. അവളിങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കുറച്ച് സമയം കണ്ടിരുന്നോളും. അവൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നെ അവിടെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് രാവിലെ 9 മണി 9:30 അവിടെയാണ് ഞങ്ങൾ ദർശനം പറഞ്ഞത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കുളിച്ച് ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് ഭയങ്കര അടച്ചലായിരുന്നു. അതിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ സമയമാകുമ്പോഴേക്ക് ഫുൾ അവൾ കലിപ്പിലായി. മുഖം കണ്ടോ, കൊട്ട കണക്കിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ച് കൊടുത്തു. ഞാനൊന്നും വാങ്ങിയില്ല, അവൾക്ക് മാത്രം വാങ്ങി. ജസ്റ്റ് 2 സൈഡിലൊരു പൂവൊക്കെ കുത്തി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ അവൾ ഫുൾ ഇടച്ചിലായതുകൊണ്ട് തന്നെ ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദർശനം കിട്ടുന്ന സമയത്തോളം ഓക്കെ ആയിരുന്നു അവൾ. പക്ഷേ അതിന് മുന്നേയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ്. 9 മണി 9:30 ആ സമയം ആകുമ്പോഴേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ പ്രാവശ്യം ദർശനം നല്ല പെട്ടെന്ന് തന്നെ കിട്ടി ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം എന്നാലും ഒരു 1.5 മണിക്കൂർ നിന്നെങ്കിലും ഇപ്രാവശ്യം ഡയറക്റ്റ് പെട്ടെന്ന് കയറാൻ പറ്റി. അതുകൊണ്ട് നല്ല രീതിക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂരിനോട് ബായ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വേറൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇവിടെ വരെ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഞാൻ പിന്നെ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഫോൺ മാറ്റാണ്. അതുമാത്രമല്ല, ഞാൻ ഗുരുവായൂർ പോകുന്ന സമയത്ത് അതിനോന് ചോറ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് നിന്ന് അതിനോന് ചോറ് കൊടുത്തതാണ്. എന്നാലും ഗുരുവായൂർ പോയിട്ട് ഒന്ന് കൊടുക്കാമെന്നുള്ള രീതിക്ക് അവിടുന്ന് ചോറും കൂടി കൊടുത്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കൊടുങ്ങല്ലൂരേക്കാണ് പോകുന്നത്. കൊടുങ്ങല്ലൂരും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോകുന്നതിൻ്റെ പ്ലാനിൽ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നില്ല. പക്ഷേ സമയം കിട്ടുവാണെങ്കിൽ പോകാമെന്നുള്ള രീതിക്ക് ഇപ്രാവശ്യം കൊടുങ്ങല്ലൂരും കൂടി കയറാൻ പറ്റി. ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതും നല്ലൊരു സമയത്തായിരുന്നു പോയത്. ഒരു സന്ധ്യാസമയം, ഭയങ്കര ശാന്തമായൊരു സമയം, നട തുറക്കുന്ന സമയം, ദീപമെല്ലാം തെളിച്ച് കൊടുങ്ങല്ലൂർ കാണാൻ ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നടയൊക്കെ തുറന്ന് ദർശനമൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വീട്ടിലേക്ക് തിരിക്കുന്ന സമയം ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ പകുതിക്കൊന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിചാരിച്ചു എന്തിനാ വെറുതെ വേണ്ട, ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു 3-3:30 ആകുമ്പോഴേക്കും എത്തി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.